ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോഷ്യൽ സയൻസ് ക്ലാസ്. സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗമാണ് കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവസാനമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നത് 1857 കലാപത്തെക്കുറിച്ച് അഥവാ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഇനി നമുക്ക് അവിടെ മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത് 1857 കലാപത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്കറിയാം, 1857 കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ്, ഫലങ്ങൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു എന്നതാണ്. ദാറ്റ് മീൻസ് മില്യൺസ് ഓഫ് റൈറ്റേഴ്സ് വർ കിൽഡ്. ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? കൊല്ലപ്പെട്ടിരുന്നു. മാത്രമല്ല, ഈ ഒരു കലാപത്തെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണമായിട്ട് അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ മേധാവിത്വത്തെ ഓവർകം ചെയ്യാൻ, മറികടക്കാൻ ആർക്ക് സാധിച്ചിരുന്നില്ല? നമ്മുടെ വിപ്ലവകാരികൾക്ക് സാധിച്ചിരുന്നില്ല. The writers could not overcome the superior military power of the British and the rebellion was completely suppressed. വിപ്ലവകാരികൾക്ക് ബ്രിട്ടീഷുകാരുടെ സൈനിക മേധാവിത്വം മറികടക്കാൻ കഴിയാത്തത് കൊണ്ട് the rebellion was completely suppressed. ഈ ഒരു വിപ്ലവം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. 2 പോയിന്റുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. 3ാമത്തെ പോയിന്റ് നോക്കൂ. The British Parliament took over India from the British East India Company. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് took over ഇന്ത്യ, ഇന്ത്യയുടെ കൺട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണം ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുകയാണ്. അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്നത്, അതുവരെ ഇന്ത്യയിലെ എല്ലാ മേഖലകളും നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നെങ്കിൽ 1857 ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുണ്ട്. ബ്രിട്ടീഷ് രാജ്ഞിയാണ് ഇന്ത്യ നേരിട്ട് ഭരിക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1857 ഈ ഒരു റിവോൾട്ടിൻ്റെ ഭാഗമായിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ട് ഇന്ത്യയെ ഭരിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ആ കാര്യം കൂടി നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ബ്രിട്ടീഷ് റീച്ച്ഡ് ഇറ്റ്സ് എക്സ്ട്രീം ലെവൽ ഇൻ ദ പോസ്റ്റ് 1857 ഫേസ്. 1857 ഈ ഒരു കലാപം കാരണം എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം എന്ത് ചെയ്തിട്ടുണ്ട്? റീച്ച്ഡ് ഇറ്റ്സ് എക്സ്ട്രീം ലെവൽ, അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ചൂഷണം ശക്തമായിട്ടുണ്ട്. മലയാളം മീഡിയക്കാരിങ്ങനെ എഴുതിയാൽ മതി. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണങ്ങൾ ശക്തമായിരുന്നു. 1857 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ശക്തമായിരുന്നു. ആ കാര്യം പ്രത്യേകം എന്ത് ചെയ്യണം? ഓർമ്മിക്കണം. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഏകദേശം 24 ക്ഷാമങ്ങളിലായി, 24 പ്രതിസന്ധികളിലായി. ഫാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യക്ഷാമമാണ്. ഓക്കെ, 24 ക്ഷാമങ്ങളിലായി 2 കോടിയോളം ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്.
ആ കാര്യം കൂടി എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ 24 വൻക്ഷാമങ്ങളിലായി 2 കോടിയോളം പേരെന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോയിന്റുകൾ എഴുതി പഠിക്കുക. ചോദിക്കാറുണ്ട് എക്സാമിന് 1857 റിവോൾട്ടിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ഈ 4 പോയിന്റുകളാണ് മെയിനായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തതായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്, അപ്പോൾ 1857 ഇന്ത്യയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഓക്കെ, 24 വൻക്ഷാമങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു രൂപമാണ് ഈ കാണുന്നത്. 1857 റിവോൾട്ടിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാഷണലിസം എന്ന് പറയുന്നത്, ദേശീയത. അതുവരെ തമ്മിൽ കലഹിച്ച് നടന്നിരുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ വിജയം കൈവരിക്കണമെങ്കിൽ അവർക്കിടയിൽ ഒരു ഐക്യമുണ്ടാവണം എന്ന ഒരു ആശയം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ദേശീയത വളർത്തുന്നതിനായിട്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ദേശീയത എന്നുള്ള കാര്യമാണ് നിങ്ങൾ അവിടെ നിന്നും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇല്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത എന്ന് പറയുന്നത്. എന്താണ് ദേശീയത എന്ന് പറഞ്ഞാൽ ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇല്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി among the people of the country, irrespective of caste, creed, region, religion, etc. Okay, നന്നായിട്ട് മനസ്സിലാക്കാം. നാഷണലിസം ഈസ് ദ സെൻസ് ഓഫ് യൂണിറ്റി. ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐക്യബോധമാണ്. among the people, ജനങ്ങൾക്കിടയിലുള്ള, ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തെ, irrespective ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലിജിയൻ ആൻഡ് റിജിയൻ, ജാതി, വർഗ, മത, അതുപോലെ തന്നെ പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ രൂപം കൊള്ളുന്ന ഐക്യബോധമാണ് ദേശീയത എന്ന് പറയുന്നത്. 1 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ, എന്താണ് നാഷണലിസം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നാഷണലിസം ബിഗാൻ ടു ഗ്രോ ഇൻ ഇന്ത്യ ആസ് ദ ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ഇന്ത്യയിൽ നാഷണലിസം എന്ന് പറയുന്ന ആശയം രൂപീകൃതമാവാനുള്ള അല്ലെങ്കിൽ രൂപം കൊള്ളാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണമാണ്. നാഷണലിസം ബിഗാൻ ടു ഗ്രോ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ നാഷണലിസം വളർന്നു വരാനുള്ള ആ ഒരു കാരണം എന്ന് പറയുന്നത് ആസ് ദ ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണമാണ്. ഇത് എന്തിന് കാരണമാകുന്നുണ്ട്? യെസ്, ഇത് ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വളർത്തുന്നതിന് കാരണമാകുന്നുണ്ട്. ഏത്? ഈ ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഉണ്ടല്ലോ, അത് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാരോടുള്ള ഒരു വിദ്വേഷത്തിന് കാരണമാവുകയും അതുകൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, നാഷണലിസം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഗ്രൂ ഇൻ ടു എ ഫിയേഴ്സ് ബ്രിട്ടീഷ് ആൻറ്റഗോണിസം എമംഗ് വാരിയസ് സെക്ഷൻസ് ഓഫ് ഇന്ത്യ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? വളർത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വളർത്തുന്നുണ്ട്. ഇൻ ടു എ ഫിയേഴ്സ് ബ്രിട്ടീഷ് ആൻറ്റഗോണിസം, ബ്രിട്ടീഷുകാരോടുള്ള ആ ഒരു വിരുദ്ധ മനോഭാവം ശക്തമായ രീതിയിൽ വളർത്തുന്നുണ്ട്. എമംഗ് വാരിയസ് സെക്ഷൻസ് ഓഫ് ഇന്ത്യ,
ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാരോടുള്ള ഒരു വിരുദ്ധ മനോഭാവം ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വളരുന്നതിന് എന്ത് കാരണമായി? ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ കാരണമായി. ഇത് വളരെയധികം എന്തിനെ സഹായിക്കുന്നുണ്ട്? നാഷണലിസത്തെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദേശീയത വളർന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ബ്രിട്ടീഷ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത്, ഇതേ സമയത്ത് തന്നെയാണ് ദേശീയതയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. Indian National Congress was an example for such an organized form of nationalism. അപ്പോൾ ഈ നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശീയതയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ആൻ എക്സാമ്പിൾ ഫോർ സച്ച് ആൻ ഓർഗനൈസ്ഡ് ഫോം ഓഫ് നാഷണലിസം. നാഷണലിസത്തിൻ്റെ ഒരു ഓർഗനൈസ്ഡ് ഫോമാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വരുന്നത്. എവിടെ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്? ബോംബെയിൽ വെച്ചാണ്. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി നിലവിൽ വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ഡിസംബർ 1885 in Bombay. Then 72 delegates from different parts of India attended in first session. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 72 പ്രതിനിധികൾ ഈ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദിസ് ലെഡ് ടു ആൻ ഓർഗനൈസ്ഡ് ഫോം ഓഫ് നാഷണലിസം. ഇത് എന്തിന് കാരണമാകുന്നുണ്ട്? ദേശീയതയുടെ ഒരു സംഘടിത രൂപമുണ്ടാക്കുന്നതിന് കാരണമായി. The Indian National Congress led the anti-British struggle from 1885 till India attained independence in 1947. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടിത രൂപം ലെഡ് ദ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഫ്രം 1885 1885 മുതൽ ടിൽ ഇന്ത്യ അറ്റൈൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1947 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ 1885 രൂപീകൃതമായിട്ടുള്ള ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ സമരങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാണ്? ദേശീയതയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഗ്രോത്ത് ഓഫ് നാഷണലിസം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വച്ചേക്കണം, പഠിക്കണം, മനസ്സിലാക്കി വച്ചേക്കണം. ഓക്കെ ആണോ? മലയാളം നോട്ട്സും ഉണ്ട്, ഇംഗ്ലീഷ് നോട്ട്സും ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റുകൾ മനസ്സിലാക്കി തന്നെ പഠിക്കാം. ദേശീയതയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ അന്നത്തെ ദേശീയ നേതാക്കൾ, അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ നേതാക്കന്മാർ ഇന്ത്യയിലെ ജനങ്ങളെ ആദ്യമായിട്ട് ബോധ്യപ്പെടുത്തിയിരുന്നത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെക്കുറിച്ചായിരുന്നു. ഈ ഒരു കാര്യമാണ് ചൂഷണം തിരിച്ചറിയുന്നു എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദാദാഭായ് നവറോജിയെക്കുറിച്ചും എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തതെന്നും നമുക്കെന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ദാദാഭായ് നവറോജി ഒരു പുസ്തകം തന്നെ ഇറക്കുന്നുണ്ട്. എന്തായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നതായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്.
ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു തിയറി അവതരിപ്പിക്കുന്നുണ്ട്. ഈ തിയറിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, കൃത്യമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സിദ്ധാന്തത്തിൻ്റെ പേര്? ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യം എന്താണ് ഈ ഒരു ചോർച്ച സിദ്ധാന്തം? ചോർച്ച സിദ്ധാന്ത പ്രകാരം എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത്? ഈ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ചോർച്ച സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിൽ അഥവാ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിട്ടുള്ള തകർച്ചയെ അദ്ദേഹം വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി കൃത്യമായ വിവരങ്ങളൊക്കെ ശേഖരിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ നിന്നും വർഷം തോറും ഒരു വലിയ തുക തന്നെ ബ്രിട്ടനിലേക്ക് ഒഴുകുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിൽ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്ന വിശദീകരിക്കുന്ന ഈ ഒരു സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. അക്കോർഡിംഗ് ടു ദാദാഭായ് നവറോജി, ഹൗ ഡിഡ് ഇന്ത്യൻ വെൽത്ത് ഫ്ലോ ടു ബ്രിട്ടൻ? ദാദാഭായ് നവറോജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത്? ഇതാണ് ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് സാധാരണയായിട്ട് ചോദ്യമായിട്ട് വരാറുള്ളത്. അപ്പോൾ അതൊരു 4 പോയിൻ്റ് ഉണ്ട്. ആ 4 പോയിൻ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോളണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ 4 പോയിൻ്റ് എന്നുള്ളതാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത്? ഡ്രെയിൻ തിയറിയിൽ പറയുന്ന ആ സംഭവങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ. ഒന്നാമത്തത്, എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽ. ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കളിലൂടെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നോക്കൂ, സാലറി ആൻഡ് പെൻഷൻ ടു ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ. അഥവാ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാരായിട്ടുള്ള ഓഫീസർമാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇതും എന്തിന് കാരണമായിട്ടുണ്ട്, ഇന്ത്യയുടെ സമ്പത്ത് കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് ചൂഷണത്തിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തെ നോക്കൂ നിങ്ങൾ, നോക്കൂ, പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദ സെയിൽ ഓഫ് ദി ബ്രിട്ടീഷ് പ്രോഡക്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ പ്രോഡക്ട്സുകൾ വിറ്റയക്കുന്നത് മൂലം അവർക്ക് ലഭിക്കുന്ന ലാഭം, ഇതിലൂടെയും ഇന്ത്യയുടെ സമ്പത്ത് എവിടേക്ക് ഒഴുകുന്നുണ്ട്, ബ്രിട്ടനിലേക്ക് ഒഴുകുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ടാക്സ് ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്ന ടാക്സ്, നികുതി, ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, പിരിച്ചെടുക്കുന്ന നികുതിയിലൂടെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 4 പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ചോർച്ച സിദ്ധാന്ത പ്രകാരം ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത് എന്നുള്ള ഈ ഒരു ചോദ്യം, അല്ലെങ്കിൽ ദാദാഭായ് നവറോജി എങ്ങനെയാണ് ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത് എന്ന് പറഞ്ഞത്, എങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ഈ 4 പോയിൻ്റാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാദാഭായ് നവറോജി പറഞ്ഞിട്ടുള്ള ചോർച്ച സിദ്ധാന്തം, അത് എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിച്ചത് ബ്രിട്ടീഷുകാർ എന്നതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നു. ഇത് സാധാരണക്കാരായ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു.
അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചൂഷണങ്ങളെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടിയ മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് രമേശ് ചന്ദ്ര ദത്ത്, അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇവരെ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് എന്താണ് സാമ്പത്തിക ദേശീയത എന്നുള്ളത്. ഓക്കെ, എന്താണ് സാമ്പത്തിക ദേശീയത അഥവാ എക്കണോമിക് നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ദാരിദ്ര്യത്തിനും കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണങ്ങളാണ് എന്ന തിരിച്ചറിവാണ് എന്തിന് കാരണമായിട്ടുള്ളത്? സാമ്പത്തിക ദേശീയതയ്ക്ക് കാരണമായിട്ടുള്ളത്. ഇത്തരത്തിൽ വളർന്നു വന്ന ദേശീയതയെ എന്താണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്? സാമ്പത്തിക ദേശീയത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ കോമൺ പീപ്പിൾ റിയലൈസ്ഡ്, സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കാണ് എന്ത്? ദാറ്റ് ദ പോവർട്ടി, ദാരിദ്ര്യം, ആൻഡ് മിസറീസ്, ദുരിതങ്ങൾ, ഇതൊക്കെ എന്ത് കാരണമാണ്? ദേ ഫേസ്ഡ്, അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാഡ് ബീൻ ദ ക്രിയേഷൻ ഓഫ് ദി ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ വഴിയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ കാരണമാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഈ ഒരു തിരിച്ചറിവാണ് എന്ത് ചെയ്യുന്നത്, എന്തിന് കാരണമായിട്ടുള്ളത്? ദേശീയതയ്ക്ക് കാരണമായിട്ടുള്ളത്. ഇത് അവിടുത്തെ ജനങ്ങളുടെ ദേശീയത രൂപീകൃതമാവാൻ കാരണമാവുകയും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെതിരെ അഥവാ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി സംഘടിക്കുന്നുണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്? സാമ്പത്തിക ദേശീയത അഥവാ എക്കണോമിക് നാഷണലിസം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്വദേശി മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. എന്താണ് സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ബംഗാൾ വിഭജനത്തിന് എതിരെയുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ത്യൻ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1905 ഓഗസ്റ്റ് 7 ഔദ്യോഗികമായിട്ട് സ്വദേശി പ്രസ്ഥാനം പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്താണ് ഈ ഒരു സ്വദേശി പ്രസ്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നേരത്തെ നമ്മൾ ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ നേതാക്കന്മാരും ഇന്ത്യയിലെ സാധാരണക്കാരും ബ്രിട്ടീഷ് ചൂഷണങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുന്നുണ്ട്. ഇതിനുശേഷം സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും നിർമ്മിക്കാനും ദേശീയ നേതാക്കൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അഥവാ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ശക്തമാവുകയും അതിലൂടെ ദേശീയ നേതാക്കൾ എന്താണ് ആഹ്വാനം ചെയ്യുന്നത്? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ബഹിഷ്കരിക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കാനുമാണ് അവർ ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ബംഗാളിനെ വിഭജിക്കുന്നത് എന്നുള്ളത്. 1905 കേഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ വിഭജിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ബംഗാളിനെ വിഭജിക്കുന്നത്? എല്ലാ വിപ്ലവങ്ങളും പ്രധാനമായിട്ടും നടന്നിരുന്നത് അഥവാ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിരുന്ന ശക്തമായ വിപ്ലവങ്ങളിൽ പലതും നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ബംഗാളിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഐക്യത്തോടു കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത് കണ്ടപ്പോൾ കേഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ വിഭജിക്കാൻ തീരുമാനിക്കുന്നത്. ബംഗാളിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇതിനെ തുടർന്ന് വളരെയധികം സ്വദേശി പ്രസ്ഥാനം ശക്തിപ്പെടുകയും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ സമരങ്ങളുടെ ഭാഗമായി
1911 ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നതാണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷതയാണ് ആദ്യമായിട്ട് പറയുന്നത്. ഫോറിൻ ഗുഡ്സ് വേർ കളക്റ്റഡ് ആൻഡ് ബേൺഡ് പബ്ലിക്കലി. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്തിൻ്റെ പോയിന്റ്? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ പോയിന്റ്. ഫോറിൻ ഗുഡ്സ് വേർ, വിദേശ വസ്തുക്കൾ, കളക്റ്റഡ് ആൻഡ് ബേൺഡ് പബ്ലിക്കലി, ശേഖരിക്കുകയും പരസ്യമായി കത്തിക്കുകയും ചെയ്തു. മലയാളത്തിൽ നമ്മൾ ഒരൊറ്റ പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചിരുന്നു. വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചിരുന്നു. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ നിങ്ങൾ. സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കാളികളായി. ഈ ഒരു കലാപത്തിൽ സ്ത്രീകളും തൊഴിലാളികളും വിദ്യാർത്ഥികളും എന്ത് ചെയ്തിട്ടുണ്ട്? പങ്കാളികളായിട്ടുണ്ട്. ഓക്കെ. പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ, ലേബേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് വർ അനദർ റിമാർക്കബിൾ ഫീച്ചർ ഓഫ് ദിസ് മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സ്ത്രീകളും തൊഴിലാളികളും വിദ്യാർത്ഥികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. ഓക്കെ. ബഹിഷ്കരണ അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും തൊഴിലാളികളുമൊക്കെ പങ്കാളികളാകുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന് ആര് പ്രഖ്യാപിക്കുന്നുണ്ട്? അലക്കുകാർ പ്രഖ്യാപിക്കുന്നുണ്ട്. വാഷർമാൻ, അലക്കുകാർ. അവോ, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പിച്ച് പറയുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ദാറ്റ് ദേ വുഡ് നോട്ട് വാഷ് ഫോറിൻ ക്ലോത്ത്സ്. അവർ ഒരിക്കലും ഇനി എന്ത് ചെയ്യാണ്? ഫോറിൻ ക്ലോത്ത്സുകൾ അലക്കുകയില്ല, വിദേശ വസ്തുക്കൾ ഇനി ഞങ്ങൾ അലക്കുകയില്ല, ബ്രിട്ടീഷുകാരുടെ തുണികൾ ഞങ്ങൾ എന്ത് ചെയ്യാണ്? അലക്കുകയില്ല എന്നെന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പൂജാരികൾ എന്താ പറയുന്നത്? വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തുന്നില്ലെന്ന് പുരോഹിതന്മാർ പറയുന്നുണ്ട്. ദ പ്രീസ്റ്റസ്, പുരോഹിതന്മാർ, swore that they would not perform rituals and prayers using foreign items. ഫോറിൻ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, വിദേശ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രേയേഴ്സോ അഥവാ പ്രാർത്ഥനകളോ ദെൻ റിച്വൽസ്, ആചാരങ്ങളോ നടത്തുകയില്ല എന്ന് ആര് പ്രതിജ്ഞ ചെയ്യുന്നു? പൂജാരികൾ. വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തുന്നില്ലെന്ന് പുരോഹിതന്മാരെന്ത് ചെയ്യുന്നുണ്ട്? പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഇതാണ് നാലാമത്തെ പോയിന്റ്. ദെൻ അഞ്ചാമത്തെ പോയിന്റ് നോക്കൂ. വിദേശത്ത് നിന്നുള്ള വളകളും പാത്രങ്ങളും സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? ബഹിഷ്കരിക്കുന്നുണ്ട്. അഞ്ചാമത്തെ പോയിന്റ്, വിദേശത്തു നിന്നുള്ള വളകൾ അതുപോലെ തന്നെ പാത്രങ്ങൾ ഇതൊക്കെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? ബഹിഷ്കരിക്കുന്നുണ്ട്. വുമൺ ബോയ്ക്കോട്ടഡ് ഫോറിൻ ബാംഗിൾസ് ആൻഡ് യൂട്ടൻസിൽസ്. സ്ത്രീകൾ വിദേശ വളകളും പാത്രങ്ങളും ബഹിഷ്കരിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ നിങ്ങൾ. വിദ്യാർത്ഥികൾ സ്കൂളുകൾ ബഹിഷ്കരിച്ചിരുന്നു. വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റുഡൻസ് ക്വിറ്റ് സ്കൂൾസ് ടു ടേക്ക് പാർട്ട് ഇൻ ദ മൂവ്മെൻറ്റ്. ഓക്കെ. വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിരുന്നു? സ്കൂളുകൾ ബഹിഷ്കരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ, ബ്രിട്ടീഷുകാരുടെ വിദ്യാലയങ്ങൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിരുന്നു? ബഹിഷ്കരിച്ചിരുന്നു. എന്തിൻ്റെ ഭാഗമായിട്ട്? ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ, സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ, സ്വദേശി സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്. ദെൻ ഇതോടൊപ്പം തന്നെ ഇത് ഇത്രയും ഇപ്പം ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ എന്തും ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും
ശക്തി കൂടുന്നുണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇന്ത്യയിലേക്ക് കുറയുകയും അതേസമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിക്കുകയും ഇത് എന്തിന് കാരണമാവുകയും ചെയ്തു, ഇന്ത്യൻ വ്യവസായങ്ങൾ ശക്തിപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ദ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ഇൻഡിജീനിയസ് പ്രോഡക്ട്സ്, തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗം, ബൈ ഡിസ്കാർഡിംഗ് ഫോറിൻ ഐറ്റംസ്, വിദേശ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും, റെജുവിനേറ്റഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും കാരണമായി. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായി എ നമ്പർ ഓഫ് ടെക്സ്റ്റൈൽ മിൽസ്, സോപ്പ് ഫാക്ടറീസ്, മാച്ച് ബോക്സ് കമ്പനീസ്, നാഷണൽ ബാങ്ക്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് വേർ എസ്റ്റാബ്ലിഷ്ഡ്. നിരവധി തുണിമില്ലുകളും സോപ്പ് ഫാക്ടറികളും തീപ്പെട്ടി കമ്പനികളും ദേശീയ ബാങ്കുകളും ആരംഭിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ ഒരു ബഹിഷ്കരണം എന്തിന് കാരണമായി, ഇന്ത്യയിലെ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനും ഇന്ത്യൻ വ്യവസായങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനും കാരണമായി. അങ്ങനെ ഒരുപാട് തുണിമില്ലുകളും സോപ്പ് ഫാക്ടറികളും തീപ്പെട്ടി കമ്പനികളും ദേശീയ ബാങ്കുകളൊക്കെ ഇന്ത്യയിൽ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അതിന് ചില ഉദാഹരണങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ടെക്സ്റ്റിൽ. അതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, ബംഗാളിലെ കെമിക്കൽ സ്റ്റോർ, ദെൻ അതുപോലെ തന്നെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് മഹാരാഷ്ട്രയിൽ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്ടിൽ, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്തതോടുകൂടി സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ദേശീയതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന് ബാലഗംഗാധര തിലക്, രണ്ട് ലാലാ ലജ്പത് റായ്, മൂന്നാമത്തത് ബിപിൻ ചന്ദ്രപാൽ. ഇവർ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്, ലാൽ പാൽ ബാൽ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഓക്കെ, ലാൽ പാൽ ബാൽ. നാഷണൽ ലീഡേഴ്സ് ഓഫ് ദി സ്വദേശി മൂവ്മെൻറ്റ് ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്. These leaders were together known as Lal Bal Pal. They emphasized the need to end British rule. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട് അവർ, ബ്രിട്ടീഷുകാരുടെ ഭരണം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം എന്നതിന് ഊന്നൽ നൽകുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന് ആവേശം പകർന്നിട്ടുള്ള ബാലഗംഗാധര തിലകിൻ്റെ ഒരു വാക്കാണ് അവസാനമായിട്ട് നമുക്ക് ആ ഭാഗത്തുനിന്ന് ഓർത്തു വെക്കാനുള്ളത്. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൾ ഹാവ് ഇറ്റ്. ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനം എന്ത് ചെയ്യുന്നുണ്ട്, അത് ദേശീയ പ്രസ്ഥാനത്തിന് വളരെയധികം ആവേശം പകർന്നിട്ടുണ്ട്. ഓക്കെ, ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൾ ഹാവ് ഇറ്റ്. This proclamation of ബാലഗംഗാധര തിലക് ഇൻസ്പയർഡ് ദ നാഷണൽ മൂവ്മെൻറ്റ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ മൂവ്മെൻറ്റിന് വളരെയധികം ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചോളാം. എന്തെല്ലാം ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഇമ്പാക്റ്റ് ഓഫ് 1857 റിവോൾട്ട്. 1857 റിവോൾട്ടിൻ്റെ ഇമ്പാക്റ്റ് അഥവാ ഫലമാണ് ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് ഗ്രോത്ത് ഓഫ് നാഷണലിസം, ദേശീയതയുടെ വളർച്ചയാണ്. മൂന്നാമത്തത് എന്താണ്, ദാദാഭായ് നവറോജിൻ്റെ ഡ്രെയിൻ തിയറിയാണ് അഥവാ ചോർച്ച സിദ്ധാന്തമാണ്. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്വദേശി മൂവ്മെൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കി പഠിക്കും. ഓക്കെ,
ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഹാവ് എ നൈസ് ഡേ.